സരസ്വതി നദീതീരത്ത് രണ്ടുപേർ മൗനമായിരുന്നു. ഒഴുകുന്ന സരസ്വതിയുടെ തിരമാലകളുണ്ടാക്കുന്ന മൃദുശബ്ദവും നാരദൻ നിരന്തരം താളമിട്ടുകൊണ്ടിരുന്ന വീണയുടെ തന്തികളിൽ നിന്നുയർന്ന ഹൃദയസ്പർശിയായ ധ്വനിയും മാത്രമാണ് അവിടെ കേട്ടിരുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ നാരദൻ പുഞ്ചിരിച്ച് വ്യാസനെ നോക്കി പറഞ്ഞു, താങ്കൾക്ക് അതിശയമായി തോന്നാം. ഞാൻ ഇന്നത്തെ രൂപത്തിൽ മാത്രമല്ലായിരുന്നുള്ളൂ. നാരായണന്റെ കാരുണ്യത്താലാണ് കർമ്മബന്ധനത്തിൽ നിന്ന് മോചിതനായത്. എന്റെ മുൻജന്മത്തെക്കുറിച്ച് ഒരുപക്ഷെ താങ്കൾക്ക് അറിയാതിരിക്കാം. വ്യാസന്റെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു. വ്യാസൻ പറഞ്ഞു, മുൻജന്മമോ? എന്നാൽ അങ്ങ് ബ്രഹ്മാവിന്റെ പുത്രൻ എന്നല്ലേ അറിയപ്പെടുന്നത്? മുൻജന്മം എങ്ങനെ? എന്റെ കൗതുകമുണർത്തിയിരിക്കുന്നു. എല്ലാം പറഞ്ഞു തരൂ. നാരദന്റെ ദൃഷ്ടി ദൂരേക്കാണ് പതിഞ്ഞത്. കാലങ്ങളെ മറികടന്ന ഓർമ്മയിലേക്ക് അദ്ദേഹം തിരിഞ്ഞതുപോലെ. നാരദൻ പറഞ്ഞു, ഞാൻ പറയുന്നത് മുൻകാൽപ്പത്തെക്കുറിച്ചാണ്. ആ കാലത്ത് ഞാനൊരു ശൂദ്രസ്ത്രീയുടെ ഗർഭത്തിൽ ജനിച്ചു. അമ്മ ഋഷിമാരുടെ ആശ്രമങ്ങളിൽ സേവനം ചെയ്തു ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. ഞാൻ അമ്മയുടെ ഏക മകനായിരുന്നു. നമുക്കധികമൊന്നുമില്ലായിരുന്നു. പക്ഷേ പരാതിയില്ലാത്ത കരുണ നിറഞ്ഞ ഹൃദയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു മഴക്കാലത്ത് ചില മഹർഷിമാർ ആശ്രമത്തിലേക്ക് വന്ന് 4 മാസം അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. എനിക്കപ്പോൾ 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ എന്നെ അവരുടെ സേവനത്തിനായി നിയോഗിച്ചു. വെള്ളം കൊണ്ടുവരിക, ചെറിയ കാര്യങ്ങൾ ക്രമപ്പെടുത്തുക, സ്ഥലം വൃത്തിയാക്കുക എന്നിങ്ങനെ. ഞാൻ വളരെ ശാന്തമായ കുട്ടിയായിരുന്നു. കളിയിലും കുസൃതികളിലും എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. കുറച്ചേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. എങ്കിലും മഹർഷിമാർക്ക് എന്നോടൊരു സ്നേഹം തോന്നി. അവർ എന്നെ സമീപം ഇരിക്കാൻ അനുവദിച്ചു. എനിക്ക് പോലും അറിയാത്ത ഒരു അന്വേഷണമോ വിശപ്പോ എന്നിലവർ കണ്ടതുപോലെ. അവർ ജീവിച്ചിരുന്നത് ഞാൻ നിരീക്ഷിച്ചു. അഹങ്കാരമില്ലാതെ, ലാഭലോഭമില്ലാതെ, അശാന്തിയില്ലാതെ. അവരുടെ സാന്നിധ്യം തന്നെ ഇരുട്ടു നീക്കുന്ന ദീപം പോലെ തോന്നി. ഒരിക്കൽ അവർ ഭക്ഷണം കഴിച്ച ഇലത്തട്ടുകളും പാത്രങ്ങളും കഴുകുമ്പോൾ അവിടെ ശേഷിച്ച ചെറിയൊരു ഭക്ഷണം ഞാൻ രുചിച്ചു. അത് വളരെ ചെറിയൊരു കാര്യമായിരുന്നു. പക്ഷേ അതാണ് എല്ലാം മാറ്റിയത്. മനസ്സ് അസാധാരണമായി തെളിഞ്ഞു. കനത്ത പൊടി കഴുകിപ്പോയതുപോലെ. ഭഗവാന്റെ ഭക്തന്മാരുടെ ശക്തി അത്ര വലുതാണ്. അവരോടുള്ള ചെറിയൊരു സമ്പർക്കം പോലും ഹൃദയം ശുദ്ധമാക്കും. അവർ ഹരികീർത്തനത്തിലാണ് സമയം ചെലവഴിച്ചിരുന്നത്. നാരായണന്റെ മഹത്വം പാടുക, കഥകൾ പറയുക, നാമം ആവർത്തിക്കുക. ഞാൻ അവയെ പാഠമായി പഠിച്ചില്ല. ദാഹിച്ചവൻ വെള്ളം കുടിക്കുന്നത് പോലെ ഞാൻ അവയെ ഉള്ളിലേക്ക് സ്വീകരിച്ചു. എൻ്റെ ഹൃദയം അതിൽ പറ്റിപ്പിടിച്ചു. ഉടനെ ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും നാരായണ സ്മരണയാണ് പ്രധാനമെന്ന് എനിക്ക് തോന്നി. രാവും പകലും എൻ്റെ മനസ്സ് അദ്ദേഹത്തിലേക്കാണ് തിരിഞ്ഞിരുന്നത്. ശരീരവും അതിൻ്റെ ആവശ്യങ്ങളും കടന്നൊരു സത്യം. ശരീരം മാത്രം സത്യമെന്ന മായയെ കടന്നൊരു ബോധം അടിസ്ഥാനമായി എനിക്ക് തോന്നിത്തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ അശാന്തിയും ഇരുട്ടും കുറഞ്ഞു. രജോഗുണവും താമോഗുണവും പെയ്തിറങ്ങുന്ന കാറ്റ് മങ്ങുന്നതുപോലെ ക്ഷയിച്ചു. അറിയാതെയെങ്കിലും വഹിച്ചിരുന്ന ഭാരം ഒഴിഞ്ഞതുപോലെ എനിക്ക് ലഘുത്വം തോന്നി. പിന്നെ 4 മാസം കഴിഞ്ഞു. മഹർഷിമാർ യാത്രയ്ക്കൊരുങ്ങി. അവർ പോകുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ അത്യധികം വിഷമിച്ചു. കുഞ്ഞ് തൻ്റെ ആശ്രയം നഷ്ടപ്പെടുന്നതുപോലെ ഞാൻ അശാന്തമായി നിന്നു. മഹർഷിമാർ എന്നെ കരുണയോടെ നോക്കി. എൻ്റെ ഹൃദയം തയ്യാറായി എന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ എൻ്റെ ബന്ധങ്ങൾ മുറിക്കാൻ സഹായിക്കുന്ന ഉപദേശം അവർ നൽകി. അവർ പറഞ്ഞു, ദുഃഖം പല രൂപത്തിലാണ് വരുന്നത്. മനസ്സിലും ശരീരത്തിലുമുണ്ടാകുന്നതും ദൈവിക ശക്തികളിൽ നിന്നുണ്ടാകുന്നതും മറ്റു ജീവികളും ലോകവും കാരണമാകുന്നതും. ഫലം പ്രതീക്ഷിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ 3 താപങ്ങളും ആളെ ബന്ധിക്കുന്നത്. പ്രതിഫലം വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തനം കയറാകുന്നു. ഓരോ ഫലവും പുതിയ ആഗ്രഹമുണ്ടാക്കും. ഓരോ ആഗ്രഹവും പുതിയ പ്രവൃത്തിയിലേക്ക് നയിക്കും. അതിനവർ മരുന്നും പറഞ്ഞു. കർമ്മം ചെയ്യുക, എന്നാൽ അതിനെ ബ്രഹ്മനിലേക്കോ ഭഗവാനിലേക്കോ സമർപ്പിക്കുക. ഫലതൃഷ്ണയില്ലാതെ ചെയ്യുന്ന കർമ്മം ബന്ധിപ്പിക്കില്ല, മറിച്ച് ബന്ധമഴിക്കും. ഒരൊറ്റ സത്യമെന്ന ബ്രഹ്മജ്ഞാനത്തോട് ഭക്തിപാദം ചേർന്നാൽ കർമ്മം
ശുദ്ധ സമർപ്പണമാകും. ഇങ്ങനെ സമർപ്പിത കർമ്മത്തിലൂടെ ബന്ധിതമായ ആത്മാവ് വേഗത്തിൽ മോചിതമാകുകയും അനന്തവുമായി ഏകീകരിക്കുകയും ചെയ്യും. എനിക്ക് അത്ഭുതമായി. നാരദൻ തുടർന്നു. കാരണമെന്തെന്നാൽ മാർഗം വളരെ ലളിതമായിരുന്നു. അവർ പറഞ്ഞു, കർമ്മം ചെയ്യുമ്പോൾ ഭഗവാനെ മനസ്സിൽ വയ്ക്കുക. ഓരോ പ്രവൃത്തിയും പൂജയായി തുടങ്ങുകയാണെങ്കിൽ മനസ്സ് സ്വാഭാവികമായി വീണ്ടും വീണ്ടും അദ്ദേഹത്തിലേക്ക് മടങ്ങും. ജോലി തന്നെ പ്രാർത്ഥനയാക്കുക. കർമ്മബന്ധനം നിങ്ങളെ പിടിക്കില്ല. പ്രവർത്തനം തന്നെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. അതിനേക്കാൾ വലിയത് മറ്റൊന്ന് സംഭവിച്ചു. നാരദൻ മൃദുവായി പറഞ്ഞു. അവരുടെ അനുഗ്രഹം മൂലം ഭഗവാന്റെ കാരുണ്യം എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. എൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പ് നട്ടുപിടിപ്പിച്ചു. നാരായണൻ തന്നെയാണ് ഏകസത്യം. അഹങ്കാരം, ഭയം, മോഹം, ലോഭം, അശാന്തി എന്നിവയെ ഉണർത്തുന്ന മറ്റെല്ലാം ക്ഷണികമായ മായ മാത്രമാണ്. അങ്ങനെ വ്യാസനെ നാരദൻ സമാധാനിപ്പിച്ചു. ഞാൻ മോചിതനായത് ജന്മമോ പദവിയോ കൊണ്ടല്ല, സത്സംഗം കൊണ്ടും ഹരികീർത്തനം കൊണ്ടും കർമ്മം ഭഗവാന് സമർപ്പിക്കുന്ന രഹസ്യം കൊണ്ടുമാണ്. ഹൃദയം സമർപ്പണമാകുമ്പോൾ കർമ്മത്തിന് ബന്ധിപ്പിക്കാനുള്ള ശക്തി നഷ്ടമാകുന്നു. അപ്പോൾ ആത്മാവ് അനന്തത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു.